ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ പാർട്ട് 1 എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആറ്റം മോഡൽസ് ആണ്. ഡിഫറെൻ്റ് ആറ്റം മോഡൽസ്, റൂദർഫോർഡ് ആറ്റം മോഡൽ, ബോർസ് അറ്റോമിക് മോഡൽ, അങ്ങനെ ഡിഫറെൻ്റ് ആറ്റം മോഡൽസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് റൂദർഫോർഡ് ആറ്റം മോഡൽ. അക്കോർഡിംഗ് ടു ദ എക്സ്പെരിമെൻറ്റ് ഇലക്ട്രോൺസ്, അതായത് റൂദർഫോർഡ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. സോ ദാറ്റ് അക്കോർഡിംഗ് ടു ദാറ്റ് എക്സ്പെരിമെൻറ്റ് ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും സെൻറ്ററിൽ, അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. ഒരു സർക്കുലർ ഓർബിറ്റിലായിരിക്കും റിവോൾവ് ചെയ്യണേ. Atom is positive charge instead of being uniformly distributed throughout a sphere of atomic dimension is concentrated in very small volume at its center. ഈ സെൻറ്ററിലായിരിക്കും അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണേ. ദി സെൻട്രൽ കോർ ഈസ് കോൾഡ് ന്യൂക്ലിയസ്, ഈസ് സറൗണ്ടഡ് ബൈ ക്ലൗഡ്സ് ഓഫ് ഇലക്ട്രോൺ മേക്സ് ദ എൻറ്റയർ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. സോ നമ്മൾ പറയുവാണെങ്കിൽ എൻറ്റയർ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഓക്കെ, ഇതാണ് റൂദർഫോർഡ് ആറ്റോമിക് മോഡൽസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഒരു സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബൈ റൂദർഫോർഡ് ആറ്റം മോഡൽ. നെക്സ്റ്റ്, ബോർസ് അറ്റോമിക് മോഡൽ. അക്കോർഡിംഗ് ടു ദ ബോർസ് അറ്റോമിക് മോഡൽ ഇലക്ട്രോൺ ഈസ് റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. ബോർസ് അറ്റോമിക് മോഡൽ ഈസ് സിമിലർ ടു ദ സൺ പ്ലാനറ്റ് സിസ്റ്റം. ഓക്കെ, Bohr incorporated the following new ideas now regarded as postulation of Bohr theory. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ റൂദർഫോർഡ് പറഞ്ഞ സർക്കുലർ ഓർബിറ്റ്, അതിൻ്റെ ഒരു ചേഞ്ചസ് ഉണ്ട് ബോർസ് അറ്റോമിക് മോഡൽ. അപ്പോൾ ആ ബോർസ് അറ്റോമിക് മോഡലിൻ്റെ ഒരു ബോർസ് തിയറി പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. The centripetal force required for an encircling electron is provided by the electrostatic attraction between the nucleus and the electron. That is equal to centripetal force is denoted by mv squared by r. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് the charge is equal to force between the charge particle 1 by 4 pi epsilon into e into charge of electron e divided by the distance between the center and the that is the r. ഇത് നമ്മൾ r ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ചെയ്ത് എന്താണ്? The centripetal force required for an encircling an electron is provided by the electrostatic attraction between the nucleus and the electron. അപ്പോൾ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 1 by 4 pi epsilon 0 q1 q2 by r square ആണ്. ഇവിടെ q1 ആയിട്ട് നമ്മൾ അറ്റോമത്തിൻ്റെ ചാർജ് ഇസഡ് എടുത്തു, ഇലക്ട്രോൺസിൻ്റെ ചാർജ് എടുത്തു. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആർ. സോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ 1 by 4 pi epsilon z e by r square is equal to mv squared by r. അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ദ റിവോൾവിംഗ് ഇലക്ട്രോൺ. ഓക്കെ, സോ ഫസ്റ്റ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് റിക്വയർഡ് ഫോർ ആൻ ഇലക്ട്രോൺ എൻസർക്കിളിംഗ് ഈസ് പ്രൊവൈഡ് ബൈ ദ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി, അത് തമ്മിൽ ഈക്വൽ ആണെന്ന് എഴുതി. ഓക്കെ, ഈ സെക്കൻഡ് പറയണ ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റ് ഇൻ വിച്ച് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ ഇലക്ട്രോൺ എബൌട്ട് ന്യൂക്ലിയസ് ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2 pi. ആംഗുലാർ മൊമെൻറ്റം എന്ന് വെച്ചാൽ എന്താണ്? ആംഗുലാർ മൊമെൻറ്റം ഈസ് ഡിനോട്ടഡ് ബൈ mvr. ദാറ്റ് ഈസ് mvr ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2 pi. ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2 pi. ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ നമ്മൾ n ഇൻറ്റു എന്ന് എഴുതും. n ഈസ് 1 2 3 etc. So the second is electron can revolve only in those orbit in which angular momentum of the electron about nucleus is an integral multiple of h by 2 pi. That is mvr is equal to nh by 2 pi, where n is the principal quantum number of orbit in which electron is revolving. ഇപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിലാണെങ്കിൽ n is equal to 1, സെക്കൻഡ് ഓർബിറ്റാണെങ്കിൽ n is equal to etc. So this equation is very important. mvr is equal to nh by 2 pi. ഇനി മൂന്നാമത് പറയുന്നത് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ റിവോൾവ് ഓൺലി ഇൻ ഡിസ്ക്രീറ്റ് സർക്കുലർ ഓർബിറ്റ് കോൾഡ് സ്റ്റേഷനറി എനർജി ലെവൽസ് കോൾഡ് എന്താണ്? സ്റ്റേഷനറി എനർജി ലെവൽസ് കോൾഡ് ഷെൽസ്.
ആ ഇലക്ട്രോൺ ഇൻ എ ഷെൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡെഫിനിറ്റ് എനർജി, ആംഗുലാർ മൊമെൻറ്റം ആൻഡ് ഓർബിറ്റ് നമ്പർ. ഒരു ഷെല്ലിലുള്ള ഇലക്ട്രോണിന് ഡെഫിനിറ്റ് എനർജി ഉണ്ടാവും, ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാവും, ഓർബിറ്റിൻ്റെ ഒരു നമ്പർ ഉണ്ടാവും. വൈൽ ഇൻ എനി ഓഫ് ദീസ് ഓർബിറ്റ് ആൻഡ് ഇലക്ട്രോൺ ഡസ് നോട്ട് റേഡിയേറ്റ് എനർജി ത്രൂ ആക്സിലറേഷൻ. ഇലക്ട്രോണ് എനർജി റേഡിയേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. ദെൻ ഫോർത്ത് വൺ ഈസ് ഇലക്ട്രോൺ ഇൻ ഔട്ടർ ഓർബിറ്റ് ഹാവ് ഗ്രേറ്റർ എനർജി ദാസ് ഇൻ ഇന്നർ ഓർബിറ്റ്. അതായത് നമ്മളിങ്ങനെ ഇലക്ട്രോൺസ് ഓരോ ഓർബിറ്റിലുള്ള ന്യൂക്ലിയസ്, അപ്പോൾ ഔട്ടർ ഓർബിറ്റ് ഹാവ് ഗ്രേറ്റർ എനർജി ദാൻ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതോറും എനർജി കൂടുന്നുണ്ട്. അതായത് സെൻറ്ററിൽ നിന്ന് ഓർബിറ്റിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് എനർജി കൂടുമായിരിക്കും. സോ ഇലക്ട്രോൺ ഇൻ ഔട്ടർ ഓർബിറ്റ് ഹാവ് ഗ്രേറ്റർ എനർജി ദാൻ ദോസ് ഇൻ inner orbit. The orbiting electron emit energy when it jumps from an outer orbit to an inner orbit and also absorb energy when it jumps from an inner orbit to outer orbit. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു എൻ എന്നും എം എന്നും പറഞ്ഞ് രണ്ട് ഓർബിറ്റ് എടുക്കുകയാണെങ്കിൽ ദ എനർജി ഡിഫറൻസ് ഈസ് ഡിനോട്ടഡ് ബൈ ഇ എൻ മൈനസ് ഇ എം ഈസ് ഓൾവേസ് ഈക്വൽ ടു എച്ച് ന്യൂ. ന്യൂ എൻ കോമ സഫിക്സ് ആണ് എച്ച് ന്യൂ, വെയർ ന്യൂ ഇസ് ദ ഫ്രീക്വൻസി, വെയർ ഇ എൻ ഇസ് ദ ഔട്ടർ എനർജി സ്റ്റേറ്റ്, ഇ എം ഇസ് ദ ഇന്നർ എനർജി സ്റ്റേറ്റ്, ന്യൂ is nm is the frequency of radiation. New nm is the frequency of radiation. So this equation also very important. Outer energy minus inner energy is equal to h nu. H is the Planck's constant, n is the nu is the frequency of radiation. Okay. ഇനി സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ. നമ്മൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് സ്പെക്ട്രൽ സീരീസാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. An atom, the energy of the outer orbit is greater than the energy of the inner one. When the hydrogen atom is subjected to external energy, the electron jump from lower energy state to excited state. നമ്മളൊരു ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു എക്സ്റ്റേണൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോൺ ജമ്പ് ഫ്രം ദ ലോവർ എനർജി സ്റ്റേറ്റ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ്. ദ ഇലക്ട്രോൺ റിട്ടേൺ ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇൻ അബൌട്ട് 10⁻⁸ സെക്കൻഡിൽ അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. ഓക്കെ. ദ എക്സസ് ഓഫ് എനർജി ഈസ് നൗ റേഡിയേറ്റഡ് ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ ഓഫ് എ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. ദ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് കോൺസ്റ്റിറ്റ്യൂട്ട് സ്പെക്ട്രൽ സീരീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പോകാനായിട്ട് 10⁻⁸ സെക്കൻഡ് എടുക്കും. ദ എക്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞത് റേഡിയേറ്റഡ് ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ ഓഫ് എ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. ആ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് കോൺസ്റ്റിറ്റ്യൂട്ട് സ്പെക്ട്രൽ സീരീസ്. Okay, which are characteristics of atom emitting, then the wavelength of different members of series can be found from the following relation. Wavelength കാണുന്നതിലൊരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു വേവ് നമ്പർ ന്യൂ വി ബാർ ഈസ് ഈക്വൽ ടു 1/λ ആർ 1/n1² മൈനസ് 1/n2². നമ്മൾ n1 n2 എന്താണെന്ന് പഠിക്കും. നമുക്ക് നോക്കാം. Lambda is the wavelength, R is the Raynaud number, n1 is the first energy stage. This is equal to n1 minus n2 whole square. Okay. First one, Lyman series. The series consists of wavelength which is emitted when the electron jump from an outer orbit to the first orbit. Different series ഉണ്ട്. Lyman series, ബാമർ സീരീസ്, പാസ്കൽ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്. അങ്ങനെ ഡിഫറെൻറ്റ് ഹൈഡ്രജൻ സീരീസ് ഉണ്ട്, സ്പെക്ട്രൽ സീരീസ്. സോ ഫസ്റ്റ് വൺ ഈസ് ലൈമാൻ സീരീസ്. ദി സീരീസ് കൺസിസ്റ്റ് ഓഫ് വേവ് ലെങ്ത് വിച്ച് ഈസ് എമിറ്റഡ് വെൻ ദ ഇലക്ട്രോൺ ജമ്പ് ഫ്രം ആൻ ഔട്ടർ ഓർബിറ്റ് ടു ദ ഫസ്റ്റ് ഓർബിറ്റ്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ജമ്പ് ടു കെ ഓർബിറ്റ് ഗിവ് ടു ലൈമാൻ സീരീസ്. നമ്മൾ KLMN അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഔട്ടർ ഓർബിറ്റിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലോട്ട് പോകുമ്പോൾ ഉള്ള വേവ് ലെങ്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സീരീസാണ് ലൈമാൻ സീരീസ്. ഓക്കെ. സോ നമുക്ക് 1/λ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഫസ്റ്റ് ഇതെന്താണ് ഔട്ടർ ഓർബിറ്റ് ടു ദ ഫസ്റ്റ് ഓർബിറ്റാണ്. ഓക്കെ. അപ്പോൾ ഔട്ടർ ഓർബിറ്റ് ഏത് വേണമെങ്കിലും ആവാം. നമ്മൾ ഇന്നർ ഓർബിറ്റ്
1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഔട്ടർ ഓർബിറ്റ് നമുക്ക് 2, 3, 4 അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം. സോ ദ ഇക്വേഷൻ ബിക്കം n1 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ, n1 എന്ന് പറഞ്ഞാൽ 1 ആണ്, n2 എന്ന് പറഞ്ഞാൽ n ആണ്, ദാറ്റ് ഈസ് 2, 3, 4 എക്സെട്ര ഏത് വേണമെങ്കിലും ആവാം. സോ ദിസ് ലൈമാൻ സീരീസ് 1/λ ഈക്വൽ ടു r ഇൻറ്റു 1/1² മൈനസ് 1/n². ദിസ് ഈസ് ദ ജനറൽ ഇക്വേഷൻ. ഓക്കെ, ഈ സെക്കൻഡ് വൺ ആണ് ബാമർ സീരീസ്. അതെന്താണ്? ദ സീരീസ് കൺസിസ്റ്റ് ഓഫ് വേവ് ലെങ്ത് വിച്ച് ഈസ് എമിറ്റഡ് വെൻ ദ ഇലക്ട്രോൺ ജമ്പ് ഫ്രം ആൻ ഔട്ടർ ഓർബിറ്റ് ടു സെക്കൻഡ് ഓർബിറ്റ്. സോ നമ്മുടെ ഫസ്റ്റ് n1 എന്താണ്? n1 ഈക്വൽ ടു 2 ആണ്. ഈ n എന്ന് പറഞ്ഞാൽ ഇനി എന്തായിരിക്കും? ഔട്ടർ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ 3, 4, 5 എന്ത് വേണമെങ്കിലും ആവാം. 2 ആണ് നമ്മുടെ ഇത്. ദോ സീരീസ് കൺസിസ്റ്റ് ഓഫ് വേവ് ലെങ്ത് വിച്ച് ഈസ് എമിറ്റഡ് വെൻ ദ ഇലക്ട്രോൺ ജമ്പ് ഫ്രം ആൻ outer orbit to the second orbit. So that equation is 1/λ equal to r into 1/2² minus 1/n². This is for the Balmer series. Okay, this is for the Balmer series. അപ്പോൾ നമ്മൾ ലൈമാൻ സീരീസ് കണ്ടു, ബാമർ സീരീസ് കണ്ടു. നെക്സ്റ്റ് ഈസ് ദ പാസ്കൽ സീരീസ്. വാട്ട് ഈസ് ദാറ്റ്? This series consists of all wavelengths are emitted when an electron jump from an outer orbit to third. അപ്പോൾ നമ്മൾ ആ ഓർഡർ ഒഴികെ ലൈമാൻ, ബാമർ, പാസ്കൽ ആകുമ്പോൾ ടു ദ തേർഡ് ഓർബിറ്റ്. അപ്പോൾ നമുക്ക് KLM ആവും. M ഓർബിറ്റ് ഗീവ് റൈസ് ടു പാസ്കൽ സീരീസ്. സോ ദിസ് ഇക്വേഷൻ ഈക്വൽ ടു 1/λ ഈസ് ഈക്വൽ ടു r ഇൻറ്റു 1/3² മൈനസ് 1/n². അപ്പോൾ n 3 കഴിഞ്ഞിട്ടുള്ള 4, 5, 6 എക്സെട്ര ഏത് വേണമെങ്കിലും ആവാം. പാസ്കൽ സീരീസ്, ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാസ്കൽ സീരീസ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ബ്രാക്കറ്റ് സീരീസ്. ദി സീരീസ് ഈസ് കൺസിസ്റ്റ് ഓഫ് ഓൾ വേവ് ലെങ്ത് വിച്ച് ഈസ് എമിറ്റഡ് വെൻ ആൻ ഇലക്ട്രോൺ ജമ്പ് ഫ്രം എന്തായിരിക്കും? ഔട്ടർ ഓർബിറ്റ് ടു ദ ഫോർത്ത് ഓർബിറ്റ്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ജമ്പ് ഇൻ KL. നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? KLMN. അപ്പോൾ ഫോർത്ത് ആകുമ്പോൾ n ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് അതാണ് ഇവിടെ പറയുന്നത്. ദി ഇലക്ട്രോൺ ജമ്പ് ടു n ഓർബിറ്റ് ഗീവ് റൈസ് ടു ബ്രാക്കറ്റ് സീരീസ്. സോ 1/λ ഇക്വേഷൻ എങ്ങനെ വരും? 1/λ ഈസ് ഈക്വൽ ടു r ഇൻറ്റു 1/4² മൈനസ് 1/n² അല്ലേ? അപ്പോൾ ഈ n1 4 ആകുമ്പോൾ ഈ n എന്തൊക്കെ വരും? 5, 6, 7 എക്സെട്ര, 5, 6, 7 എക്സെട്ര. ഓക്കെ, ഔട്ടർ ഓർബിറ്റ് ടു ദ ഫോർത്ത് ഓർബിറ്റ്. Then next is the fun series. The series consists of all wavelength which is emitted when an electron jump from an outer orbit to the fifth orbit. So this is fifth. n എന്ത് വരും? 6, 7, 8. Okay. So this series consists of all wavelength which is emitted when an electron jump from an outer orbit to the fifth orbit. So equation is 1/λ equal to r into 1/5 ഫിഫ്ത്ത് ഓർബിറ്റിലോട്ടാണ് മൈനസ് 1/n². ഈ n എന്ന് പറഞ്ഞാൽ 5 കഴിഞ്ഞിട്ടുള്ള ഏതും ആവാം, 6, 7, 8. അപ്പോൾ ഇത് ഫിഫ്ത്ത് ആയതുകൊണ്ട് O. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫൺ സീരീസ്. അപ്പോൾ നമ്മൾ പഠിച്ച ഏതൊക്കെയാണ്? ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാസ്കൽ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്. ഹൈഡ്രജൻ സീരീസ് 5 ഉണ്ട്. 5 നമ്മൾ KLMN എന്ന് എടുക്കുവാണെങ്കിൽ ഔട്ടർ ഓർബിറ്റിൽ നിന്ന് ഏത് വേണേലും ആവാം. അതനുസരിച്ച് 5 സീരീസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ആപ്ലിക്കേഷൻ പൊസിഷൻ ഓഫ് ദ സ്പെക്ട്രത്തിൽ ഏത് ഇതാന്ന് വരിക്കും. അപ്പോൾ ലൈമാൻ സീരീസ്, ബാമൻ 5 സീരീസ് ഉണ്ടല്ലോ. വാല്യൂ ഓഫ് n1 നമ്മൾ 1, 2, 3 നമ്മളിപ്പോൾ ഇക്വേഷൻ കണ്ടില്ല, അതിൽ വാല്യൂ ഓഫ് n2, 2, 3, 4 അങ്ങനെ ഇൻഫിനിറ്റി വഴി നമ്മളൊരു കൺക്ലൂഷനിൽ പറയണതാണിത്. ഓക്കെ, ലൈമാൻ സീരീസിൻ്റെ പൊസിഷൻ നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിൽ അല്ല നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ പൊസിഷൻ എവിടെയാണെന്ന് പറയണേ. ലൈമാൻ ആണെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ലൈമാൻ ആണെങ്കിൽ അൾട്രാ വയലറ്റ്, ബാമർ വിസിബിൾ, പാസ്കൽ, ബ്രാക്കറ്റ്, ഫണ്ട്, ഇൻഫ്രാറെഡ് ആണ്. ഓക്കെ, അപ്പോൾ ഏതാണ്? ലൈമാൻ UV. ഓക്കെ, ലൈമാൻ സീരീസ് അൾട്രാ വയലറ്റ്, ബാമർ സീരീസ് വിസിബിൾ. അപ്പോൾ ചോദിക്കുവാണ്, ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ സ്പെക്ട്രം ഫോർ ബാമർ സീരീസ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് ഇൻ ദ വിസിബിൾ സ്പെക്ട്രം. ഓക്കെ, അപ്പം 3 ഒരേ സ്പെക്ട്രമാണ്. ഏതാണ്? പാസ്കൽ സീരീസ് ഇൻഫ്രാറെഡ്, ബ്രാക്കറ്റ് സീരീസ് ഇൻഫ്രാറെഡ്, ഫൺ സീരീസ് ഇൻഫ്രാറെഡ്. ആ 3 പൊസിഷൻ ഇൻഫ്രാറെഡ് ആണ്. ഓക്കെ, ലൈമാൻ സീരീസ് UV,
ബാമർ സീരീസ് വിസിബിൾ. അപ്പം നമ്മൾ പഠിച്ച 5 ഹൈഡ്രജൻ സീരീസിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? കൺക്ലൂഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സീരീസിൻ്റെ വാല്യൂ ഓഫ് N1 പഠിക്കുക, N2 പഠിക്കുക, അതിൻ്റെ പൊസിഷൻ പഠിക്കുക. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഓരോ ഇക്വേഷൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ജനറൽ ഇക്വേഷൻ 1/λ = R × 1/N1² മൈനസ് 1/N2² ആണ്. അപ്പോൾ N1 N2 ഇവിടെ നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഹൈഡ്രജൻ സീരീസിൻ്റെ 5 സീരീസും പഠിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ MCQ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.